ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് CMP തന്നെയായിരിക്കും മത്സര രംഗത്തുണ്ടാവുക. അവിടെ CP ജോൺ തന്നെ സ്ഥാനാർത്ഥിയാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ MLA തൊണ്ടി മുതൽ തിരിമറി കേസിൽ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഇത്തവണ രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി തന്നെ മാറിയിട്ടുണ്ട്. അവിടെ ആന്റണി രാജുവിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ഒരു അയോഗ്യതയിലേക്ക് എത്തി നിൽക്കുന്നു. അതിനെതിരെ ഹർജിയുമായി ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതിയുടെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആണ്. എന്ത് തന്നെയാണെങ്കിലും കീഴ്ക്കോടതി വിധി എന്നത് ആന്റണി രാജുവിന് എതിരായതുകൊണ്ട് തന്നെ നിലവിൽ ആന്റണി രാജു MLA അല്ലാത്ത സാഹചര്യം തന്നെയാണുള്ളത്. ആ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് UDF ഇത്തവണ ഒരു സുരക്ഷിത മണ്ഡലം എന്ന നിലയിലേക്ക് തിരുവനന്തപുരത്ത് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ഇത്തവണ CP ജോൺ സ്ഥാനാർത്ഥിയായി എത്തും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായി നേതൃത്വത്തിന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരാൾ മത്സരിക്കുന്നതാണ് അവിടെ വിജയിക്കാൻ എളുപ്പം എന്നത് ആയിരുന്നു കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകുന്നതിന് അത് ഏറ്റവും അനുയോജ്യമാകുന്നത് തിരുവനന്തപുരം എന്ന നിഗമനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. മറ്റൊരു സാധ്യത എന്നത് തിരുവമ്പാടി ഒരു പക്ഷേ CMPക്ക് നൽകാം അല്ലെങ്കിൽ CP ജോണിന് നൽകാം എന്നുള്ളതാണ്. അവിടെ ലീഗുമായി ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെ ലീഗ് തിരുവമ്പാടി ഒരു വെച്ചുമാറ്റത്തിന് ഒരുങ്ങുകയാണ് എങ്കിൽ അവിടെ തിരുവമ്പാടിയിലേക്ക് VS ജോയിയെ പോലെ ഒരു യുവ നേതാവിനെ പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ CMP തിരുവനന്തപുരം സീറ്റ് ഉറപ്പിക്കുമ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാൻ കുര്യൻ ആണ്. ഡാൻ, നേരത്തെ തന്നെ സമ്മർദ്ദം ശക്തമായിരുന്നു തിരുവനന്തപുരത്തിന് വേണ്ടി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് ഇപ്പോൾ എത്തുന്നു. CMPക്ക് ആ സീറ്റ് നൽകാമെന്ന ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പ്രാദേശികമായ ഒരു എതിർപ്പുണ്ടല്ലോ, അതിനെ അവഗണിച്ചുകൊണ്ട് CP ജോണിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ പ്രാദേശികമായ എതിർപ്പുകളെ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണോ നേതൃത്വത്തിന്റെ പ്രതീക്ഷ? തിരുവനന്തപുരം DCCയിൽ ഒരു വിഭാഗത്തിന്റെയും KPCC നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കളുടെയും എതിർപ്പ് മറികടന്നുകൊണ്ടാണ് UDF ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ആന്റണി രാജു തൊണ്ടുമുതൽ കേസിൽ അയോഗ്യനാക്കപ്പെട്ടതിന് പിന്നാലെ രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമായി മാറുമെന്ന വിലയിരുത്തലിലായിരുന്നു UDF ക്യാമ്പ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലുള്ള ഒരാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പോലെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ ഇവിടെ സ്ഥാനാർത്ഥിയായാൽ മതിയെന്ന അവകാശവാദമാണ് കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് മുമ്പിലും ഹൈക്കമാൻഡ് ഭാരവാഹികൾക്ക് മുമ്പിലുമൊക്കെ ഉന്നയിച്ചത്. ദീപാദാസ് മുൻഷിയെ നേരിൽ കണ്ട് ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇക്കാര്യങ്ങൾ അറിയിച്ചതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച VS ശിവകുമാർ അടക്കം ഈ സീറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശരത്ചന്ദ്ര പ്രസാദ്, KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ ആവശ്യം നേതൃത്വത്തിന് മുമ്പിൽ വെച്ചതാണ്. അതോടൊപ്പം ലത്തീൻ സഭയുടെ പിന്തുണയുണ്ടായിരുന്ന രണ്ട് യുവ നേതാക്കളുണ്ടായിരുന്ന എതിക് സ്റ്റീഫൻ, അതോടൊപ്പം തന്നെ വിനോദ് യേശുദാസ്. സഭയുടെ കൃത്യമായ പിന്തുണ പല നേതാക്കളുടെ അടുത്തും സഭാ വക്താക്കൾ തന്നെ ഇവരെ പിന്തുണയ്ക്കണം, അവർക്ക് കൃത്യമായ പരിഗണന നൽകണമെന്ന ആവശ്യം നേതൃത്വത്തിന് മുമ്പിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ആ തീരുമാനങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ സുരക്ഷിതമായ ഒരു മണ്ഡലം CMPക്ക് നൽകേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. അതാണ് ഒടുവിൽ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ സീറ്റ് വെച്ച് മാറുകയാണെങ്കിൽ തിരുവമ്പാടി പകരം CP ജോണിന് നൽകാം, CMPക്ക് നൽകാമെന്നൊരു കൂടിയാലോചന ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അതിനൊരു തടസ്സമായി മാറിയത് ലീഗിന്റെ കൈവശമുള്ള സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവിടെ മലപ്പുറം DCC അധ്യക്ഷൻ കൂടിയായ VS ജോയി കഴിഞ്ഞ തവണ അദ്ദേഹം നിലമ്പൂരിൽ പരിഗണിക്കപ്പെട്ട ഏറ്റവും ഒടുവിൽ അപ്രതീക്ഷിതമായി കപ്പിനും ചുണ്ടിനുമിടയിൽ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട ഒരു യുവ നേതാവാണ്. അതുകൊണ്ട് VS ജോയിക്ക് കൃത്യമായ ഒരു പരിഗണന ഇത്തവണ നൽകിയേ മതിയാകുമെന്ന് കൃത്യമായ ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ VS ജോയിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തിരുവമ്പാടി എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ VS ജോയിക്ക് വേണ്ടി നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒരു സ്ഥലത്തേക്ക് CMPയെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് അങ്ങനെയെങ്കിൽ CP ജോൺ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഒരാഴ്ച കൂടി കഴിഞ്ഞേ ഉണ്ടാകുകയുള്ളൂ. അതായത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിഗണനാ പട്ടികയിൽ അല്ലെങ്കിൽ ആദ്യം പുറത്തുവിടുന്ന പട്ടികയിൽ ഒരുപക്ഷെ തിരുവനന്തപുരം സെൻട്രലും ഇടം പിടിക്കാനാണ് സാധ്യത. പക്ഷേ ഇങ്ങനെ ഒരു
നേതൃത്വം ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തുമ്പോഴും ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്ന VS ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ള നേതാക്കൾ വലിയ പ്രതിഷേധത്തിലാണ്. അവർ KPCC നേതൃത്വത്തെയും AICC ഭാരവാഹി കൂടിയായ ദീപാദാസ് മുൻഷിയുമൊക്കെ നേരിൽ കണ്ട് അവരുടെ അമർഷം വ്യക്തമാക്കിയിട്ടുണ്ട്. VS ശിവകുമാർ തിരുവനന്തപുരം സെൻട്രൽ അല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും താൻ മത്സരിക്കാനില്ല എന്ന കാര്യം നേതൃത്വത്തെ നേരത്തെ അറിയിച്ചതാണ്. ശരത്ചന്ദ്ര പ്രസാദ് തന്റെ ജന്മസ്ഥലമാണ്, തന്റെ സ്വന്തം മണ്ഡലമാണ്, തനിക്ക് ഏറ്റവും വ്യക്തിബന്ധങ്ങളുള്ള മണ്ഡലമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ എവിടെ പരിഗണിക്കപ്പെടാനാണ് എന്നൊരു അമർഷമാണ്, വ്യക്തിപരമായ ആശങ്കയാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം ഈ സീറ്റിന് വേണ്ടി അവസാന സമയം വരെ പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നവരെയൊക്കെ UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം വന്നാൽ പാർട്ടിയുടെ ചില സുപ്രധാനമായ ചുമതലകളിലേക്കും അതോടൊപ്പം സർക്കാർ രൂപീകരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അപ്പോൾ ഭരണതലത്തിലെ ചില പ്രധാനപ്പെട്ട പദവികളിലേക്കും നിയോഗിച്ചുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാം എന്ന വിലയിരുത്തലാണ് നേതൃത്വമുള്ളത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറാൻ പോകുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് മാറി CMBയുടെ സ്ഥാനാർത്ഥിയായി CP ജോൺ മത്സരിക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് ഹൈന്ദവ വോട്ട് ബാങ്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഒരു വിഭാഗം നേതാക്കൾ ആശങ്കയായി ഉന്നയിക്കുന്നത്. പക്ഷേ അതിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ അടക്കം അദ്ദേഹത്തിന്റെ ഗുണകരമായി മാറും എന്ന വിലയിരുത്തലാണ് നേതൃത്വമുള്ളത്. പക്ഷേ അസംതൃപ്തരായ നേതാക്കളെ അനുനയിപ്പിച്ചുകൊണ്ട് ഈ തീരുമാനത്തിനൊപ്പം നിർത്തുക എന്ന് പറയുന്നത് നേതൃത്വത്തിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമാണ് നിലവിൽ. യെസ്, എന്തായാലും ഡാൻ, ഇതാ ഈ പുതുയുഗ യാത്ര അവസാനിച്ച പശ്ചാത്തലമുണ്ട്. AICCയുടെ മോണിറ്ററിംഗ് സമിതി അടക്കം കേരളത്തിലേക്ക് എത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. ഇനി കീറാമുട്ടി എന്ന് പറയുന്നത് ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. PJ ജോസഫ് വിഭാഗമുണ്ട്, മുസ്ലിം ലീഗുണ്ട്, CMB അടക്കം ഉണ്ട്. ഇപ്പോൾ CP ജോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടതുപക്ഷ മുഖമുണ്ടായിരുന്ന ആളാണ് CP ജോൺ. പക്ഷേ പിന്നീട് UDFന്റെ ഭാഗമായി വരുന്നു. അതിനുശേഷം UDFിലെ ഒരു ഭൗതിക മുഖം എന്ന നിലയിൽ തന്നെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ശോഭിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെയാണല്ലോ ഏറ്റവും സുരക്ഷിതമായൊരു മണ്ഡലം നൽകേണ്ടതുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് പൊതുവെ മുന്നണി സംഘമെങ്കിൽ അതൊരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് എന്ന നിലയിലേക്ക് എത്തുമോ? കാരണം ഈ സൂചിപ്പിച്ചതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങൾ, ലാത്തിൻ കത്തോലിക്കരുടെ വോട്ട്, തീരദേശ മേഖല, അതെല്ലാം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ടല്ലോ. അതായത് CMBയുടെ ഒരു ക്ലെയിം എന്ന് പറയുന്നത് 1987 മുതൽ UDFിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് അവർ. പക്ഷേ കൃത്യമായ ഒരു പരിഗണന പലപ്പോഴും ലഭിക്കാതെ പോയി. എവിടെങ്കിലുമൊക്കെ ഒരു സീറ്റ് നൽകി തൃപ്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ അവരുടെ പ്രാതിനിധ്യം നിയമസഭയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരിഗണന UDFിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ലഭിച്ചില്ല. പക്ഷേ അപ്പോഴും തങ്ങൾ UDFിനൊപ്പം ഉറച്ചു നിന്നു. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം വേണമെന്ന ആവശ്യം അവർ മുമ്പോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായി അവർ പറയുന്നത്, ഞങ്ങൾ ഒരു സിറ്റിംഗ് സീറ്റ് അല്ല ചോദിക്കുന്നത്. ഈ ക്ലെയിമാണ് നേതൃത്വത്തിന് മുമ്പിൽ CMB വെച്ചത്. ഞങ്ങളൊരു സിറ്റിംഗ് സീറ്റ് അല്ല ചോദിക്കുന്നത്, കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റാണ്. അങ്ങനെ ഒരു സീറ്റിന് വേണ്ടിയാണ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്ന കാര്യമായിരുന്നു CMB UDFിന് മുമ്പിൽ വെച്ചത്. അവിടെ കൃത്യമായി രമേശ് ചെന്നിത്തലയും പ്രചാരണ സമിതി അധ്യക്ഷനായ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായ VD സതീശനെ, അതായത് UDFിന്റെ ചെയർമാൻ കൂടിയായ VD സതീശനുമൊക്കെ കൃത്യമായി പിന്തുണ ഉറപ്പാക്കാൻ CP ജോണിന് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന് ഒരു വശത്ത് നേട്ടമായി മാറിയത്. പക്ഷേ അപ്പോഴും ഈ എതിർപ്പ് അറിയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതൃപ്തി അറിയിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ മറുവശത്ത് നിൽക്കുന്നുണ്ട്. അവരെ അനുനയിപ്പിക്കാനായി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ കൃത്യമായ ഇടപെടൽ ഉണ്ടായേക്കും. കാരണം അതല്ല എങ്കിൽ ജയപ്രതീക്ഷകളെ ബാധിക്കുന്ന തരത്തിലേക്ക് അവിടെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തരത്തിലുള്ള സ്വാധീനമുള്ള വ്യക്തികളാണ് VS ശിവകുമാറും ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കളുമൊക്കെ. അതുകൊണ്ട് തന്നെ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ CP ജോണിന് വേണ്ടി അവിടെ കൃത്യമായ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ UDF ക്യാമ്പിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ അവരോട് സംസാരിച്ച് അനുനയ നീക്കത്തിന് വേണ്ടിയുള്ള സാധ്യതകൾ തേടുന്നത്. പ്രത്യേകിച്ച് DCC അധ്യക്ഷ സ്ഥാനത്തേക്കടക്കം ഈ അസംതൃപ്തരിൽ ഒരാളുടെ പേര് പരിഗണിച്ചേക്കുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി തലത്തിൽ നിർണായകമായ ചില പദവികൾ നൽകുന്നതിനൊപ്പം UDF അധികാരത്തിലെത്തിയാൽ മറ്റ് ചില പദവികൾ കൂടി നൽകി ഇപ്പോൾ ഈ അസംതൃപ്തിയുമായി രംഗത്തെത്തിയിരിക്കുന്ന നേതാക്കളെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് തീരദേശ മേഖലയുടെയും അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ട് ബാങ്കിന്റെയും ഒക്കെ ഒരു സ്വാധീനം ഉറപ്പാക്കാൻ, പിന്തുണ ഉറപ്പാക്കാൻ CP ജോണിന് എത്ര കണ്ട് കഴിയും എന്നത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അതിനുവേണ്ടി ഈ എല്ലാ നേതാക്കളുടെയും പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു
പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം വളരെ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. യെസ്, എന്തായാലും CP ജോണിന് ഏറ്റവും സുരക്ഷിതമായ ഒരു സീറ്റ് നൽകണമെന്നത് UDFന്റെ ഒരു പൊതു ധാരണയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം LDFന്റെ മണ്ഡലം ആണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരുവനന്തപുരം കൂടുതൽ അനുകൂലമാവുകയും അവിടെ UDF സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു കയറാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് CP ജോണിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ജില്ലാ നേതൃത്വത്തിനും KPCCയിലെ ഒരു വിഭാഗത്തിനും അതിൽ വിയോജിപ്പുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അനായാസ വിജയം ഉറപ്പിക്കാൻ സാധിക്കും എന്നതാണ് അവരുടെ നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.